എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ ആണ്. നേഴ്സിംഗ് ഫ്രണ്ട്ലി ആയിട്ടും മെറ്റേണിറ്റി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോ. ഞാനിത് ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം എൻ്റെ ഹൈറ്റ് 5'7" ആണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് നിങ്ങളുടേതും കൂടെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എനിക്കത് ഹെൽപ്പായിരിക്കും. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു എയർലൈൻ ഡ്രസ്സാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നേഴ്സിംഗ് ഫ്രണ്ട്ലി ഡ്രസ്സാണ്. കാരണം ഇതാ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണ്. അപ്പോൾ ഇത് നേഴ്സിംഗ് ഫ്രണ്ട്ലി ആണ്. ഇത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഇതിനടിയിൽ ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ബലൂൺ സ്ലീവ്സ് ആയിരുന്നു. ആ ബലൂൺ സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ബലൂൺ സ്ലീവ്സ് ആയിരുന്നേ. അപ്പോൾ എനിക്കതത്ര ഓക്കെ ആയി തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഇതിനെ ചെറിയ സ്ലീവ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇതത്ര സീ ത്രൂ മെറ്റീരിയൽ ഒന്നുമല്ല. ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചപ്പം 930, അതായത് 930 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അത് 1800 ആയിട്ടുണ്ട്. പക്ഷെ ഓഫറിൽ വരുമ്പോഴത്തേക്കും അത് പിന്നെയും കുറയും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓഫറുള്ള ടൈമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് 1000 താഴെ നിങ്ങൾക്ക് ഏതായാലും ഡ്രസ്സ് കിട്ടുന്നതായിരിക്കും. ഡ്രസ്സാണ് നെക്സ്റ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും മെറ്റേണിറ്റി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. അത്ര സീ ത്രൂ ഒന്നുമല്ല, അത് കട്ടിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അതാ ഇവിടെ നമുക്ക് നല്ല ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നമില്ല. പിന്നെ ഇത് നല്ല ഷോർട്ടായിട്ട് വരുന്നൊരു പഫ് സ്ലീവാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പഫ് സ്ലീവാണ്. ഇത് ഹാൻഡ് വാഷാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് 413 രൂപയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 340 രൂപയാണ്. അടുത്ത് നല്ല വൈറ്റ് ഫ്ലോറൽ മാക്സി ഡ്രസ്സാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് മറ്റേ എല്ലോ മാക്സി ഡ്രസ്സ് പോലെ ഇവിടെ എലാസ്റ്റിക് വരുന്നതാണ്. അപ്പം നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും മെറ്റേണിറ്റി ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആക്ച്വലി ഇതൊരു മാക്സി ഡ്രസ്സാണ്, പക്ഷെ എനിക്കിത് മിഡി ഡ്രസ്സാണ്. എൻ്റെ ഹൈറ്റ് അത്ര ആയതുകൊണ്ട്. ഇത് റയോൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ റൗണ്ട് നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന് രണ്ട് സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സിലെല്ലാം ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസ് 800 രൂപയായിരുന്നു. ഇപ്പം അത് 1400 രൂപയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാർട്ടിലിട്ട് വെച്ചിട്ട് ഓഫ് ടൈമിൽ വാങ്ങിക്കുക. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇതെനിക്കിപ്പോൾ ഇത്തിരി ടൈറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാത്തത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ഫിറ്റ് ആൻഡ് ഫെയർ മാക്സി ഡ്രസ്സാണ്. ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ഡ്രസ്സാണ്. ഇത് ഒരു മെറ്റേണിറ്റി ആയിട്ട് നമുക്ക് മെറ്റേണിറ്റി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. ഇതിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ ഞൊറി വരുന്നുണ്ട്. ഇതത്ര സീ ത്രൂ ഒന്നുമല്ല, എന്നാലും ഞാൻ ഇതിൻ്റെ ഇടയിൽ ലെഗിന് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ കൈ വന്നിട്ട് ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായിട്ടോ, കുറേ ആയി ഈ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല, കളറൊന്നും ഇതിൻ്റെ ഫേഡാവുന്നില്ല. ഇത് ഹാൻഡ് വാഷാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസ് വന്നിട്ട് 438 രൂപയാണ്. ഇപ്പം ഇതിൻ്റെ പ്രൈസ് 397 രൂപയാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.